Last day we have ended our session with the limitations of market segmentation. So there we have studied what are the needs and advantages, then what is the limitation or the disadvantage. So today we are moving on to the new one, that is the process. Segmentation process എങ്ങനെയാണ്? The steps are identification, segmentation, targeting, positioning, evaluation and correction. So in identification തന്നെ നമ്മൾ first we want to identify the market. In what type of target market we want to do the segmentation or we want to do the marketing. It should be decided. On deciding the market, we will always get a heterogeneous market ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും, നമ്മളുടെ ടാർഗറ്റ് ഗ്രൂപ്പിൽ പെടാത്ത കൺസ്യൂമേഴ്സ് ഉണ്ടാവും, പെടുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും. സോ വി വോണ്ട് ടു ഡിവൈഡ് ദ ഹെട്രോജിനസ് ഗ്രൂപ്പ് ഇൻ ടു സ്മോളർ ഹോമോജിനസ് ഗ്രൂപ്പ്സ്. ചെറിയ ചെറിയ ഹോമോജിനസ് ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യാം. സോ ഇൻ വിച്ച് വി വോണ്ട് ടു ഡു ഫസ്റ്റ് ഡിഫൈൻ ദ മാർക്കറ്റ്, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് നീഡ്സ്. ഇപ്പം നമ്മൾ ഓരോരോ സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്തു, പല ഹോമോജീനിയസ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ദാറ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻ സ്മോളർ ഗ്രൂപ്പ്സ് ഹൂ ആർ ദി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ദേ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ ഫേം ഷുഡ് ഇൻട്രാക്ട് വിത്ത് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു നോ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിമാൻഡ്സ്. വാട്ട് ആർ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിമാൻഡ്സ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മാർക്കറ്റ്, ട്രാവൽ സർവീസ് മാർക്കറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചോ. എന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആ കൺസ്യൂമേഴ്സിനും, ആ ട്രാവൽ സർവീസ് ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സിന് ഏത് രീതിയിലുള്ള നീഡ്സ് ആൻഡ് വോൺസ് ആണുള്ളതെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് സെക്കൻഡ് വൺ. ദറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി മാർക്കറ്റ് നീഡ്സ്. വാട്ട് ആർ ദ നീഡ്സ്? തേർഡ്, വി വോണ്ട് ടു ഡു ദ സെഗ്മെൻറ്റേഷൻ ഓഫ് ദ മാർക്കറ്റ്. അതാണ് സെഗ്മെൻറ്റിംഗ് സ്റ്റേജിൽ തന്നെ. വി വോണ്ട് ടു ഡിവൈഡ് ദ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഐഡൻറ്റിഫൈഡ് നീഡ്സ്. നമുക്കിപ്പോൾ നീഡ് മനസ്സിലായിട്ട് അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാവൽ സർവീസ് മാർക്കറ്റിൽ വെച്ച് നമ്മളവരുടെ തീരുമാനം ചോദിച്ചു, അവർക്ക് എന്താണ് പ്രിഫറൻസ്, എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാവൽ സർവീസ്. അതെ, എയർ, ബസ്, ടാക്സി, ട്രെയിൻ, ഷിപ്പ്, അങ്ങനെ പല ടൈപ്പുണ്ട്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ബസ്സിൻ്റെ ട്രാവൽ സർവീസ് ആയിരിക്കും വേണ്ടത്. ഫോർ സം ഇറ്റ് വിൽ ബി ഫ്ലൈറ്റ്സ് ഓർ ഫോർ സം ഇറ്റ് വിൽ ബി ഷിപ്പ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ഡിവൈഡിങ് ദ ഗ്രൂപ്പ് which is called segmenting stage. In next stage we want to do the study of the different market segments. നമ്മൾ ഡിവൈഡ് ചെയ്തു പല മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട്. എന്നിട്ട് ഏതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഏത് സർവീസാണ്, ട്രാവൽ സർവീസാണ് അവർക്ക് വേണ്ട എന്ന രീതി ഡിവൈഡ് ചെയ്തു. എന്നാൽ ഓരോ ട്രാവൽ സർവീസിൽ തന്നെ അവർക്ക് എന്തൊക്കെ നീഡ്സ് വേണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് സ്റ്റഡി ഓഫ് ദി ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. ഇപ്പോൾ ട്രെയിനിൽ തന്നെയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എ സി ഉണ്ട്, സെക്കൻഡ് ക്ലാസ് എ സി, നോർമൽ എ സി ഓർ അത് ചെയറുണ്ട്, പിന്നെ നോർമൽ സ്ലീപ്പേഴ്സ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് ദർ ഇസ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്. അപ്പം ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ഡിസൈഡിങ്. ഓർ ഇൻ എ ഫ്ലൈറ്റ് വി വിൽ ബി ഹാവിങ് ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് ആൻഡ് എക്കണോമിക് ക്ലാസ്. സോ ബേസ്ഡ് ഓൺ ദി ഇൻട്രസ്റ്റ് ആൻഡ് wants of those customers we are dividing. ഓക്കെ, അപ്പോൾ അവരുടെ നീഡ്സ് അറിയണം, അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ സൈസ് ഓഫ് ദി സെഗ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ സ്റ്റേജ് പോകുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. ഇതിന് ശേഷം ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് ദി പെർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റ് വിച്ച് ഇസ് കോൾഡ് ദി ടാർഗറ്റിംഗ്. വി വോണ്ട് ടു സെലക്ട് ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റാണ് നമ്മളുടെ പ്രൊഡക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതി ഐഡൻറ്റിഫൈ ചെയ്യാം. That is, an appropriate market should be selected after studying the needs of these market segments. Okay, അപ്പോൾ നമുക്കുള്ള മാർക്കറ്റിംഗ് റിസോഴ്സ് ഉണ്ട്, നമ്മളുടെ അവൈലബിൾ റിസോഴ്സ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിനെ സെലക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് നോൺ ആസ് ദ ടാർഗറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്കണോമി ക്ലാസ് എയർ ട്രാവൽ സർവീസാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ ടാർഗറ്റിംഗ് സ്റ്റേജ്. നെക്സ്റ്റ് വൺ ഇസ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്തു, അപ്പോൾ ഇത് ഇനി ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ദി പൊസിഷനിങ്. That is, in this stage, we formulate and implement the adequate strategy to market its products in the market segment. നമ്മളിപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റായി സെലക്ട് ചെയ്തത് എക്കണോമിക് ക്ലാസ്സാണ്. എയർ ട്രാവലിൻ്റെ എക്കണോമിക് ക്ലാസ്സിനെ സെലക്ട് ചെയ്തെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള
ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മളുണ്ട്. അവരെ അട്രാക്റ്റ് ചെയ്യാൻ, അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ പൊസിഷനിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന 2 സ്റ്റേജുകളാണ് ഇവാലുവേഷൻ ആൻഡ് കറക്ഷൻ ഫേസ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു മോണിറ്ററിങ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മാറ്റി കറക്റ്റ് ചെയ്യണതിനെയാണ് കറക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി മേജർ സെഗ്മെൻറ്റിംഗ് പ്രോസസ്. ഫസ്റ്റ് identification, that is identification of the market, then identification of the market needs, then division or segmentation of the market, next selection of a particular market which is called the targeting, and formulating and implementing this market strategy on this target market which is known as positioning, and after that we want to evaluate or monitor, and the last step is corrective action or the correction phase, in which we find out the deficiency of the market and adopt measures accordingly. Okay, ഇതാണ് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പ്രോസസ്സ്. So we have discussed what are the segmentation process, the various steps involved in the segmentation process. ഇനി നമ്മൾ prerequisites, the requisites for the effective segmentation. ഒരു സെഗ്മെൻറ്റേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്ന് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ പ്രീ റെക്വസിറ്റ്സ് എന്തെല്ലാം. The first one is it should be measurable. Measurability ഉള്ളതായിരിക്കണം segmentation. That is, measurability means the degree to which the features of the segments can be measured. അതിലെ ആ സെഗ്മെൻറ്റ്സിലെ ഫീച്ചേഴ്സ് എല്ലാം മെഷറബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് criteria. That is, the variables used should be clear and measurable, and it should be based on the accuracy of the segmentation process. Segmentation process accurate ആവണമെങ്കിൽ the values or the variables selected should be measurable. That is, in the term of size, growth or buying behavior of the segment, ഇതെല്ലാം വെച്ച് മെഷറബിൾ ആയിരിക്കണം. Then only we can understand what is the difference between the different segments. പല സെഗ്മെൻറ്റ്സിനും പല രീതിയിലാണോ എന്ന് അറിയണമെങ്കിൽ there should be some way to identify them. This is called measurability. Second one is accessible. Accessible, it shows the degree to which segments can be reached and served with the available market resources of the firm. That is, a firm has to make sure that the segmented market is conveniently reachable. For instance, and effective marketing of the products and service. നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു ആക്സസിബിൾ അല്ലാത്ത മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാനിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ എക്സ്റ്റാബ്ലിഷ്ഡ് ആവില്ല. സോ ഓൾവേസ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റ് സെലക്റ്റഡ് ഷുഡ് ബി ആക്സസിബിൾ. ഇപ്പോൾ നമുക്ക് ആക്സസിബിൾ അല്ലാതെ യു എസ് എയിലേക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ ഉള്ളത് നമുക്ക് ആക്സസിബിൾ അല്ല എന്ന് വെച്ചു. അങ്ങനെയുള്ളൊരു മാർക്കറ്റിലേ നമ്മൾ ടാർഗറ്റ് വെക്കരുത്. The target should be accessible market. Okay, that is the second one. The third one is substantial, which evaluates the degree of profitability of the segment. നമ്മൾ എടുക്കുന്ന സെഗ്മെൻറ്റിന് പ്രോഫിറ്റബിൾ ആയിരിക്കണം. എപ്പോഴും സെഗ്മെൻറ്റേഷൻ ചെയ്ത് ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഫ്രം ദ ടാർഗറ്റ് മാർക്കറ്റ് വി വോണ്ട് ടു ഗെറ്റ് ദ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് the condition of segmentation checks the spending power of the customers within the segment, which is essential for the survival of the കമ്പനി സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആ കസ്റ്റമേഴ്സ് വാങ്ങിയിരിക്കാം. അത് വാങ്ങുമോ ഇല്ലയോ, അവർക്ക് അതിനുള്ള പർച്ചേസിങ് പവർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതാണ് സബ്സ്റ്റാൻഷ്യബിലിറ്റി. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി സബ്സ്റ്റാൻഷ്യബിൾ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന്, ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബിഗ് ഷോപ്പിംഗ് മാൾസൊക്കെ ചെറിയ ടൗണിലോ വില്ലേജിലോ കൊണ്ടുവയ്ക്കുന്നത്. വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഒക്കെയാണ് മാൾസ് എല്ലാം വരുന്നത്. എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ബൈങ് ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഉണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിലെ നമ്മൾ വലിയ വലിയ ലൂലു അതുപോലെ ഹൈടെക് എന്നുള്ള മാൾസ് എല്ലാം ഹൈലൈറ്റ് എന്നുള്ള മാൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. സോ this is the third term, that is substantial. And the fourth one is differential. That is, it examines the degree of differences between different segments. പല സെഗ്മെൻറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ. പക്ഷേ നമ്മളിപ്പോൾ സെഗ്മെൻ്റായി തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരേപോലെയുള്ളവരെയാണ് നമ്മൾ ഒരുമിച്ചാക്കിയത്. സോ ദർ ഷുഡ് ബി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസുകളായിരിക്കണം
2 സെഗ്മെൻറ്റ്സിന്. എന്നാൽ മാത്രമേ നമുക്ക് ആ സെഗ്മെൻറ്റ്സിനെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അറ്റൻഷൻ കൊടുത്ത് ഡിസ്റ്റിങ്ക്റ്റിംഗ് ഫീച്ചേഴ്സ് അറിഞ്ഞാൽ മാത്രമേ അതിനുള്ള സ്ട്രാറ്റജീസ് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു റൂറൽ മാർക്കറ്റും ഒരു അർബൻ മാർക്കറ്റും അവിടെ രണ്ടിടത്ത് എടുക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഡിഫറെൻറ്റ്. ഒരു റൂറൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റിയുടെ ചിന്തയോ അല്ലെങ്കിൽ അവരുടെ ബൈങ് ബിഹേവിയറോ ആയിരിക്കില്ല ഒരു അർബൻ മാർക്കറ്റിൽ. അർബൻ മാർക്കറ്റ് വിൽ ബി ഫോക്കസിങ് ഓൺ സം ക്വാളിറ്റി ഓർ ദി ഹയർ പ്രൈസ് ഒക്കെ അവർക്ക് ഫീസിബിൾ ആയിരിക്കും. ബട്ട് ഫോർ റൂറൽ മാർക്കറ്റ്സ് ഹയർ പ്രൈസ് വോണ്ട് ബി ഫീസിബിൾ ഫോർ ദം. സോ അങ്ങനെ ഡിഫറൻഷ്യൽ ആയിരിക്കണം സെഗ്മെൻറ്റ്സ് എല്ലാം. ദാറ്റ് ഈസ് ദ 4th one. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആക്ഷനബിൾ. Actionable is the ability of the firm to formulate and implement adequate programs to market the product in the targeted market. നമുക്ക് അഡിക്വേറ്റ് പ്രോഗ്രാംസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി മേജർ റിക്വസിറ്റ്സ്, ദാറ്റ് ഈസ് പ്രീ റിക്വസിറ്റ്സ് ഓർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് segmentation, that is measurable, accessible, substantial, differential, actionable. Measurable variables, accessible to provide these services. Then substantial means, what is substantial? Profitability undavanam. Differential, there should be difference between the different segments to take the better strategies. And the 5th, actionable, that is the resources should be mobilized. We should be able to mobilize these resources like material or money to these segments. So these are the major prerequisites. Now moving on to the main thing, that is how we are classifying the segmentation. Segmentation എങ്ങനെയാണ് ആക്കുന്നതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. That is on the basis of demography, geography, behavior, socio-cultural, physiological and usage, we can classify them. The market can be classified on the basis of different characteristics. അതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡെമോഗ്രാഫിക്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ മാർക്കറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഏജ്, ഇൻകം, ജെൻഡർ, ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ, മാരൈറ്റൽ സ്റ്റാറ്റസ്. മാർക്കറ്റിനെ എടുക്കുമ്പോൾ പല ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും മാർക്കറ്റിനെ, അല്ലെങ്കിൽ ഇൻകം ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യും, ഓർ ജെൻഡർ ഓർ ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ ഓർ മറൈറ്റൽ സ്റ്റാറ്റസ്. ബേസ്ഡ് ഓൺ ദിസ് ദെയർ റിക്വയർമെൻറ്റ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പം ഏജ് തന്നെ എടുക്കുകയാണെങ്കിൽ വി വിൽ ഡിവൈഡ് ഇൻ ടു മെനി സെഗ്മെൻറ്റ്. ചിൽഡ്രന് കൊടുക്കുന്ന ഒരു മാർക്കറ്റ് സെഗ്മെൻ്റ് എടുത്ത് നമുക്ക് കൊടുക്കാനുള്ള ചൈൽഡ് പ്രൊഡക്റ്റാണ്. സോ ഒൺലി ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഏജ് വി ക്യാൻ ക്ലാസിഫൈ ദോസ് മാർക്കറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദോസ്. ആ സെഗ്മെൻറ്റിൽ കിടക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് ദി ഡെമോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഏജ് ഓർ ഇൻകം. ഇൻകം ക്ലാസ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസിനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വെച്ചാൽ പ്രസ്റ്റീജ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനുണ്ട്, പക്ഷെ അപ്പോൾ ലോവർ ഇൻകം ഉള്ള ഒരു കാറ്റഗറി ആൾക്കാർ പെട്ടാൽ നമുക്കതിൽ കാര്യം ഉണ്ടാവില്ല. സോ വി വിൽ ബി ക്ലാസിഫൈങ് ദ സെഗ്മെൻറ്റ് ഓർ ടാർഗറ്റിംഗ് ദ സെഗ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഡെമോഗ്രാഫിക് ക്യാരക്ടർ, ദാറ്റ് ഈസ് ഇൻകം. Similarly, on the geographical character, we can segment the market based on the region, population density, type of area or climate. ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് സെഗ്മെൻറ്റേഷൻ ചെയ്യാം. എന്നുവെച്ചാൽ ഒരു കോൾഡ് ക്ലൈമറ്റ് ഉള്ള റീജിയൻ, ഹോട്ട് ക്ലൈമറ്റ് ഉള്ള റീജിയൻ. സോ വി ആർ ഹാവിങ് ദ സ്വെറ്റേഴ്സ് ഒരിക്കലും ഒരു ഹോട്ട് ക്ലൈമറ്റ് ഏരിയയിലേക്ക് സെഗ്മെൻറ്റഡ് മാർക്കറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. സോ വി വിൽ സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദി ക്ലൈമറ്റ് into 2 and make the target market as the winter season ഉള്ള ഏരിയ ഓർ ദ ക്ലൈമറ്റിലായിരിക്കും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റായ any kind of sweaters will be introduced. So based on the geographical factor also we can segment the market. Third, on the behavioral, that is occasion and benefits. ബിഹേവിയറൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതിലാണ് വേണ്ടത്, നമ്മുടെ നോളജും അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നോളജ് ഓർ യൂസേജ് ഓർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ എന്ന് പറയുന്നത്. അത് ചിലപ്പം പർച്ചേസ് ഒക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഡെനിം ജീൻസ് ലേബേഴ്സ് യൂസ് ചെയ്യുന്ന ഒന്നായിരുന്നു, പിന്നെയാണത് ഒക്കേഷണൽ ഡ്രസ്സായി മാറിയത് അല്ലേ. ഡെനിം ജീൻസ് ഫസ്റ്റ് ലേബേഴ്സ് മാത്രം വർക്ക് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആയിരുന്നു, പിന്നെ അത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഒക്കേഷൻ ഡ്രസ്സായി മാറി. സിമിലർലി ബെനിഫിറ്റ്സ്
നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത്. ലൈഫ് ബോയ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലെങ്കിൽ പിയേഴ്സിന് ഹൈ ക്വാളിറ്റി സ്കിൻ കെയർ എന്ന രീതി അതിൻ്റെ ബെനിഫിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ബിഹേവിയറൽ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഇസ് യൂസർ സ്റ്റാറ്റസ് വെച്ച് അത് യൂസേജിലാണ്. യൂസേജ് വരുമ്പോൾ യൂസർ റേറ്റ്, അവെയർനെസ് ആൻഡ് ലോയൽ, ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് socio-cultural. Socio-cultural means on the basis of the society or the culture that we are following, we are classifying based on the culture, subculture, social class, social group, religion, family or lifestyle, then with the race or nationality or the social values. അങ്ങനെ പല ബേസിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കൾച്ചർ ബേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കേരള സാരിയാണ് നമുക്ക് വിൽക്കാനുണ്ടെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ദ ഒക്കേഷൻ ആൻഡ് ദ കൾച്ചർ വി വിൽ സെറ്റ് ദ മാർക്കറ്റ്. എന്നിട്ട് അവിടെ ഓഫർ കൊടുക്കും. മുണ്ടുകട അങ്ങനെയുള്ള ഷോപ്പുകളിൽ വി വിൽ ഗീവ് ദോസ് പ്രൊഡക്ട്സ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ റീച്ച് അപ്പ് ടു ദ കസ്റ്റമേഴ്സ് വിച്ച് ആർ പ്രിഫറിങ് ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ socio-cultural classification. Next one, psychological means psychological പല നമുക്ക് ഓരോ പേഴ്സണൽ ട്രെയ്റ്റ്സും അതേപോലെ ഇൻട്രസ്റ്റും ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാവും. ഓൺ ദ ബേസ് ഓഫ് വിച്ച് വി ആർ ക്ലാസിഫൈങ് ഓർ സെഗ്മെൻറ്റിംഗ് ദ മാർക്കറ്റ്. ദാറ്റ് ഈസ് ഇൻ സൈക്കോളജിക്കൽ വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ നീഡ്, പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ലേണിംഗ്, ആറ്റിറ്റ്യൂഡ് ഓർ ലൈഫ് സ്റ്റൈൽ. ഓൺ ദ ബേസ് ഓഫ് എനി ഓഫ് ദീസ് വി വിൽ സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് വിത്ത് psychological. And the last one, usage, on the basis of the usage of the product, that is usage rate വെച്ചായിരിക്കും ആ ക്വാണ്ടിറ്റി എത്രത്തോളം യൂസ് ചെയ്യുന്നു. അപ്പം ലൈറ്റ് യൂസേഴ്സ് ആണോ അതോ മീഡിയം യൂസേഴ്സ് ഓർ ഹെവി യൂസേഴ്സ്, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ യൂസേജ് റേറ്റ്. നെക്സ്റ്റ് അവെയർനെസ്, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലോയൽറ്റി സ്റ്റാറ്റസ്, ആ പ്രൊഡക്റ്റ് എത്രത്തോളം അവർക്ക് അറിയുന്നതാണ്, രജിസ്റ്റേർഡ് ആണ് അവരുടെ മനസ്സിൽ, ഇത് വെച്ചിട്ടുള്ളതാണ് അവെയർനെസ്. ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ആ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ഒരു ലോയൽറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റിനെന്ന് അറിഞ്ഞിട്ട് ആ മാർക്കറ്റിനെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ യൂസിങ്. സോ സെഗ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ സെഗ്മെൻറ്റ് ചെയ്യാം മാർക്കറ്റിനെ. ഓൺ ദ ബേസ് ഓഫ് ജിയോഗ്രഫി, ഡെമോഗ്രഫി, behavioral, socio-cultural, psychological or usage. On base of demographic, age, income, gender, occupation, education, marital status, geography, region, population density, type of area or climate. Behavior on the base of occasion, benefit, socio-cultural, culture, subculture, social class, social group, religion, psychological, need, personality, perception, learning, attitude, lifestyle or usage rate, awareness and brand loyalty. These are the major segmentation of market basis. Okay, അപ്പം ഇതാണ് നിങ്ങളൊന്ന് ചെറുതായി ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. നോട്ട് വെച്ച് എനിക്ക് നാളെ നോട്ട് എഴുതുക ഇതിനെപ്പറ്റി, സെഗ്മെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് എന്തിനൊക്കെ ബേസിൽ ചെയ്യും എന്നുള്ളത് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് സെൻഡ് ഇറ്റ് ഓൺ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതാണ് സെഗ്മെൻറ്റേഷൻ കഴിഞ്ഞു. സോ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് മെൻ ബൈ സെഗ്മെൻറ്റേഷൻ, വാട്ട് ഇസ് നീഡ്, വാട്ട് ആർ ഇസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ആർ ദെയർ ലിമിറ്റേഷൻ. ദെൻ ടുഡേ വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ദ പ്രോസസ് ആൻഡ് ഓൾസോ ദ സെഗ്മെൻറ്റേഷൻ. എന്തൊക്കെ ബേസിസിലാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യണം, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ബൈയിങ് മോട്ടീവ്സ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അവർക്കത് വാങ്ങാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം, ഇങ്ങനെ ഒരു ബൈയിങ് മോട്ടീവ് ഉണ്ടാവും, എന്നാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. സോ ഇറ്റ് ഈസ് ബീയിങ് ഡിസ്കസ്. Berelson and Steiner has defined buying motives as the inner state that energizes, activates or moves and that directs or channels behavior towards goals. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിലൂടെ എനർജൈസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് തള്ളുന്ന ഒരു ഫാക്ടർ, ദാറ്റ് ഈസ് ദ ബൈയിങ് മോട്ടീവ്. പല ആൾക്കാർക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് പല പല ആഗ്രഹങ്ങളായിരിക്കും, പല ഉദ്ദേശത്തിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ആ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഇന്നർ നമ്മൾ എന്താണ് അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ ബൈയിങ് മോട്ടീവ്. ഇപ്പം കേരള സാരി എന്നത് ഓണം ടൈമിൽ നമുക്കൊരു ബൈയിങ് മോട്ടീവ് ഉണ്ടായിരുന്നു. ഓണത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേരള സാരി എന്നത് ഒരു ബൈയിങ് മോട്ടീവാണ്. അത് ഇന്നർ സ്റ്റേറ്റാണ്, നമ്മളെ അത് വാങ്ങുമെന്ന് ഉള്ളിൽ പറയിപ്പിക്കുന്നൊരു കാര്യമാണ്. ദിസ് ഈസ് കോൾഡ് ദി ബൈയിങ് മോട്ടീവ്. സോ ബൈയിങ് മോട്ടീവ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് വിച്ച് ആർ പ്രൈമറി, സെക്കൻഡറി തന്നെ ഇമോഷണൽ, റേഷണൽ, പാറ്റേണേജ്, അങ്ങനെ 3 രീതിയിലുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രൈമറി ബൈയിങ് മോട്ടീവ്.
പ്രൈമറി ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് എക്സെട്ര. പ്രൈമറി ബൈയിങ് മോട്ടീവിൽ ഇപ്പോൾ നമ്മളൊരു ഫുഡ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അരി വാങ്ങുന്നത്, പച്ചക്കറി വാങ്ങുന്നത്, മുട്ട വാങ്ങുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വെള്ളം വാങ്ങുന്നത്, ദീസ് ഓൾ ആർ പ്രൈമറി ബൈയിങ് മോട്ടീവ്സ്. ഓക്കെ, നമ്മുടെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ്. അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം വരുന്നതാണ് പ്രൈമറി ബൈയിങ് മോട്ടീവിൽ ഇൻക്ലൂഡ് ആവുന്നത്. സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി ബൈയിങ് മോട്ടീവ്. ദാറ്റ് ഈസ് നമ്മൾ ഏത് സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത്, അവിടെ എവിടെയാണോ ജനിച്ചത്, അവർ നമ്മളുടെ മേലെ കുറേ പ്രൊഡക്ട്സ് വാങ്ങണമെന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നതാണ് സെക്കൻഡറി ബൈയിങ് മോട്ടീവ്സ്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ സൊസൈറ്റി വേർ എ പേഴ്സൺ ഇസ് ബോൺ ഓർ ലീവ്സ്. ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റിയിലോ ഒരു ഇഷ്ടത്തിനോ ഒരു ലവ്, അഫെക്ഷൻ, സെക്യൂരിറ്റി, ഇതിനെല്ലാം വേണ്ടി നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് സെക്കൻഡറി ബൈയിങ് മോട്ടീവ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതാണ് ഇമോഷണൽ, അതേപോലെ രാഷണൽ ആൻഡ് പാട്രണേജ്, ഓഫ് വിച്ച് ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ്. വാട്ട് ഈസ് ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ്? ഇമോഷണൽ എന്ന് പറയുമ്പോൾ അറിയാം, ഫീലിങ്സും പാഷൻസും കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാം എന്ന് തീരുമാനിക്കുന്നു. നമുക്ക് ആ പ്രൊഡക്റ്റിനോടൊരു ഒരാഗ്രഹം, അതിനോടുള്ളൊരു പാഷൻ കാരണം വാങ്ങുന്നു, വിച്ച് ഇസ് കോൾഡ് ഇമോഷൻ. ഇറ്റ് വിൽ ബി ബേസ്ഡ് ഇൻ ദി ഫാഷൻ. ഒരു ഫാഷൻ പ്രൊഡക്റ്റ് വരുന്നു, അങ്ങനെ വാങ്ങാം. ഓരൊരു ക്യൂരിയോസിറ്റി, മാർക്കറ്റിൽ ഇപ്പോൾ ന്യൂ എക്സ്പീരിയൻസ് കിട്ടാം. മാർക്കറ്റിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നു, അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് വന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് വാങ്ങില്ലേ, അതെല്ലാം ഇമോഷണൽ ബൈയിങ് മോട്ടീവിലെ ക്യൂരിയോസിറ്റിയിൽ വരുന്നതാണ്. അതേപോലെ ഒരു ഫാഷൻ പ്രൊഡക്റ്റ്, പുതിയൊരു ഡ്രസ് മെറ്റീരിയൽ വന്നു, സോ വി ആർ പർച്ചേസിങ് ഇറ്റ് ബേസ്ഡ് ഓൺ ദി ഫാഷൻ. ഓ ഫിയർ, പേടി കാരണം. ഇപ്പോൾ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ നമ്മൾ ഫിയർ കാരണം ഒരു ഹെൽത്ത് ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സെൽഫ് ലോക്കേഴ്സ് ഓപ്പൺ ചെയ്യുക, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക, ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള ബൈയിങ് മോട്ടീവ്സാണ്. ഇമോഷണൽ ആയിരിക്കും, ബട്ട് ബേസ്ഡ് ഓൺ ഇമോഷൻ ഏതാണ്? ഫിയർ എന്ന ഇമോഷനിൽ. അത് ഫാഷൻ, ക്യൂരിയോസിറ്റി, അങ്ങനെയുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ലവ് ആൻഡ് അഫെക്ഷൻ. ലവ് ആൻഡ് അഫെക്ഷൻ കാരണം വാങ്ങുന്നതോ, ദാറ്റ് ഈസ് ഇഫ് വി ഹാവിങ് ബൈ ടോയ്സ് ഫോർ അവർ ചിൽഡ്രൻ, ഓ എനി ബിസ്ക്കറ്റ്സ് ഫോർ അവർ ചിൽഡ്രൻ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നു. ലവ് ആൻഡ് അഫെക്ഷൻ ബേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വാങ്ങാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഫാക്ടേഴ്സാണ് ലവ് ആൻഡ് അഫെക്ഷൻ ബൈയിങ് മോട്ടീവ് ഓർ ദി ഇമോഷണൽ ക്വാളിറ്റി. നെക്സ്റ്റ് വൺ ഇസ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. നമുക്ക് ഒരു വില കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരു AC വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ലക്ഷറി ഗുഡ് വാങ്ങുന്നു, ബെൻസ് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, അങ്ങനെയുള്ളതെല്ലാം വെച്ചാൽ പ്രൈഡ് ആൻഡ് പ്രസ്റ്റീജിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ദിസ് ഇസ് ദ ഇമോഷണൽ ഫാക്ടർ. ഓക്കെ, ഫീലിങ്സ് ആൻഡ് പാഷനിൽ വന്നതാണ് ഫാഷൻ, ക്യൂരിയോസിറ്റി, ഫിയർ, ലവ് ആൻഡ് അഫെക്ഷൻ ആൻഡ് പ്രൈഡ് ആൻഡ് prejudice. Okay, next one is rational. Rational buying motives വരുന്നത് നമുക്കൊരു സൗണ്ട് ജഡ്ജ്മെൻറ്റിലൂടെ, മറ്റേത് ജസ്റ്റ് ഒരു ഇമോഷൻ കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതായിരുന്നു ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സിൽ വന്നത്. എന്നാൽ നമ്മൾ കുറച്ച് ആലോചിച്ച് നമ്മളൊരു കറക്റ്റായിട്ടുള്ള സൗണ്ട് ജഡ്ജ്മെൻറ്റ് എടുക്കുന്നത് റാഷണൽ ബൈയിങ് മോട്ടീവ്സിൽ വരുന്നത്. അപ്പം നമ്മൾ അൺനെസസറി ആയിട്ടായിരിക്കും ഇമോഷണൽ കുറേ പൈസ കളയുന്നത്, ലവിന് വേണ്ടി, അതിന് വേണ്ടി, അഫെക്ഷന് വേണ്ടി, ഫോർ സം ക്യൂരിയോസിറ്റിയിലൊക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സോ ഇറ്റ് വിൽ കോസ്റ്റ് മെനി അൺനെസസറി കോസ്റ്റ്. ബട്ട് in rational buying motives we can save those unnecessary costs എല്ലാം സേവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് മോട്ടീവ്സ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ്, എക്കോണമി. ദാറ്റ് ഈസ് ഇൻ എ മോട്ടീവ് കസ്റ്റമേഴ്സ് വിൽ പ്രിഫർ പ്രൊഡക്ട്സ് വിച്ച് ആർ ഇൻഎക്സ്പെൻസീവ്. കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി എക്കോണമിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക, ചിന്തിച്ചിട്ട് റീസണബിൾ പ്രൈസ് ആണെങ്കിൽ മാത്രം നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, എക്കോണമി. നെക്സ്റ്റ്, യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പർപ്പസ് എന്താണ്, അതിന് എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, യൂട്ടിലിറ്റി. തേർഡ്, ഡ്യൂറബിലിറ്റി. ഇത് ലോങ് ടൈം നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ട് വാങ്ങുന്നു. ദാറ്റ് ഈസ് ഡ്യൂറബിലിറ്റി. നെക്സ്റ്റ്, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്.
നമ്മുടെ കംഫർട്ടിനും കൺവീനിയൻസിനും വേണ്ടി വാങ്ങുന്നു. ടി വി അല്ലെങ്കിൽ AC DVD വാഷിംഗ് മെഷീൻസ് ഇതെല്ലാം നമുക്ക് കംഫർട്ട് തരുന്ന, എന്നാൽ അത് കുറച്ച് റാഷണലായിട്ട് തിങ്ക് ചെയ്തിട്ടെടുക്കുന്ന ബൈയിങ് motives ആയിരിക്കും. ദാറ്റ് ഈസ് റാഷണൽ ബൈയിങ് motives. സോ ഇൻ വിച്ച് എക്കോണമി, യൂട്ടിലിറ്റി, ഡ്യൂറബിലിറ്റി, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സെക്യൂരിറ്റി. നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി വാങ്ങുന്നു. ഡേഞ്ചർ അല്ലെങ്കിൽ ഡാമേജ്, ലോസ് ഒക്കെ പേടിച്ചിട്ട് നമ്മളൊരു ലോക്കർ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദീസ് ഓൾ ആർ ഇൻക്ലൂഡ് ഇൻ ദ സെക്യൂരിറ്റി ബൈയിങ് motives. Okay, and the last one is patronage buying motives, which is selection of a particular shop or a supplier of goods or services. ഒരാളോട് ഒരു ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പെർട്ടിക്കുലർ ഗുഡോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയേഴ്സിൽ നിന്നോ മാത്രം പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി. അത് ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സൻ്റെ നല്ല പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫറും ഉണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അടുത്തുള്ളൊരു കടയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക. പക്ഷെ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, നമുക്ക് ഈ കടയിൽ നിന്ന് എടുക്കാം. ബിക്കോസ് വി ആർ ഹാവിങ് സം പാട്രണേജ് ടുവേഴ്സ് ദാറ്റ് ഷോപ്പ്. എന്തോ ഒരു ഇഷ്ടമുണ്ട്. അത് ചിലപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻഷിപ്പിൻ്റെ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രൈസ് ഡിസ്കൗണ്ട്സിൻ്റെ ആയിരിക്കും, ഒരു ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ ഓരോന്ന് ബേസ് ചെയ്ത് നമ്മൾ ബൈയിങ് ബിഹേവിയറിനെ ആക്കുന്നതിനാണ് പാട്രണേജ് എന്ന് പറയുന്നത്. സോ ഇൻ വിച്ച് വി വിൽ സീ മെനി തിങ്സ്. സർവീസ് മോട്ടീവ് നോക്കും. ആ കസ്റ്റമേഴ്സിന് സർവീസ് നല്ല രീതിയിലാണോ, മീൻസ് ദ സെയിൽസ്മാൻഷിപ്പ് നല്ലതാണെങ്കിൽ അങ്ങനെ ബൈയിങ് മോട്ടീവ് ആവാം. സെക്കൻഡ് വൺ, ക്വാളിറ്റി. ഇഫ് ദ ക്വാളിറ്റി ഓഫ് ദ ഗുഡ് പ്രൊഡക്റ്റ് ഈസ് വെരി ഗുഡ്, വി വിൽ ബി പർച്ചേസിങ് ദ പ്രൊഡക്റ്റ് അറ്റ് എ ഹയർ പ്രൈസ്. മറ്റേ സാധാരണ ഗുഡ്സ് അതേ ഗുഡ് കിട്ടുന്ന വേറെ കടയേക്കാളും നമ്മൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും വാങ്ങും. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ദെൻ ലൊക്കേഷൻ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ നമ്മുടെ റെസിഡൻസിനടുത്താണെങ്കിൽ വി വിൽ മൂവ് ഓൺ ടു ദാറ്റ് ഈസ് ദ ലൊക്കേഷൻ. നെക്സ്റ്റ്, സ്റ്റോർ ലോയൽറ്റി. ആ ലോയൽറ്റി ഉണ്ട് നമുക്ക് അവരുമായിട്ടൊരു ഡീലിങ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു, ആ സ്ഥലത്തു നിന്ന് വാങ്ങാനുള്ള തീരുമാനം എടുക്കുന്നു, വിച്ച് ഇസ് കോൾഡ് ദി സ്റ്റോർ ലോയൽറ്റി. ആൻഡ് ദ ലാസ്റ്റ്, ഫ്രണ്ട്ലിനെസ് ബിഹേവിയർ. ദാറ്റ് ഈസ് ഓൾസോ ഓഫ് ദി സെയിൽസ് പേഴ്സണൽ. നേരത്തെ പറഞ്ഞ സർവീസ് മോട്ടീവ് പോലെ തന്നെ സെയിൽസ് പേഴ്സൻ്റെ നല്ല ഫ്രണ്ട്ലിനെസ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ വി ആർ ഫോക്കസ്ഡ് ഓർ വി വിൽ പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദോസ് സപ്ലയർ ഓർ ദ സെയിൽസ്മാൻ. അങ്ങനെ ബൈയിങ് മോട്ടീവ്സ് ആണ് നമ്മൾ 3 ഡിസ്കസ് ചെയ്തത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി. മെയിൻ ക്ലാസിഫിക്കേഷനായിട്ട് പ്രൈമറി സെക്കൻഡറി പറഞ്ഞു. പ്രൈമറി മീൻസ് ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള ബൈയിങ് മോട്ടീവ്സ് ഓർ ഫോർ സം എക്സ്ട്രാ നീഡ്സ് അതർ ദാൻ ദ ബേസിക് നീഡ്സ് ആണ് സെക്കൻഡറിയിൽ പറഞ്ഞത്. ഓൺ വിച്ച് വി ഹാവ് ഡിസ്കസ് 3: ഇമോഷണൽ, റാഷണൽ, പാട്രണേജ്. ഇമോഷണൽ ജസ്റ്റ് വിത്ത് ദ ഫാഷൻ, ക്യൂരിയോസിറ്റി, ഫിയർ, ലവ് ഓർ അഫെക്ഷൻ, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. ഇതെല്ലാം കൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങും. ജസ്റ്റ് ഇമോഷൻ, നമ്മുടെ ഫീലിങ്സ് ആൻഡ് പാഷൻ വെച്ച് മാത്രം വാങ്ങുന്നു. നെക്സ്റ്റ്, റാഷണൽ ബൈയിങ് മോട്ടീവ്സ് മീൻസ് വി ആർ തിങ്ക് ഓൺ ഇഫ് വി വോണ്ട് ടു ബൈ, എന്നിട്ടൊരു സൗണ്ട് ജഡ്ജ്മെൻറ്റ് എടുക്കും. അപ്പോൾ അൺനെസറി കോസ്റ്റ് എല്ലാം കളയും. അത് എക്കോണമി, യൂട്ടിലിറ്റി, ഡ്യൂറബിലിറ്റി, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു പർച്ചേസ് നടക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പാട്രണേജ്, വിച്ച് ഈസ് ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് വാങ്ങാം. ബിക്കോസ് വി ആർ ഹാവിങ് സം കൈൻഡ് ഓഫ് സർവീസ് മോട്ടീവ് ഉണ്ടാവും. നല്ല സർവീസ് കിട്ടും, നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് അടുത്താണ്, ഓർ ദ സ്റ്റോർ ലോയൽറ്റി ഈസ് മോർ, ആൻഡ് ഓൾസോ ദ ഫ്രണ്ട്ലെസ് ബിഹേവിയർ ഓഫ് ദ സെയിൽസ്മാൻ. ഇതെല്ലാം ആയിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി മേജർ ബൈയിങ് മോട്ടീവ്സ്. സോ ഫോർ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ആർ ദി സെഗ്മെൻറ്റേഷൻ പ്രോസസ് എന്താണെന്ന് പഠിച്ചു. That is identification, segmentation, targeting, positioning, evaluating and correction. Then we have discussed what are the prerequisites of effective segmentation. Then the segmentation, പല ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റേഷൻ പഠിച്ചു. ദിസ് ആണ് നിങ്ങൾ ചെറുതായൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 4 ആയിരിക്കണം. സെഗ്മെൻറ്റേഷൻ എന്താണെന്നും അതേപോലെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഒരു 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ 6 ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡിങ് വാട്ട് ആർ ദ കണ്ടൻസ് ഡിസ്കസ്. ആ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട്, ഓക്കെ, ഒരു ഷോർട്ട് ആൻസർ പോലെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് നാളെ അയച്ചു തരാം. സോ ദിസ് ഈസ് യുവർ സ്മോൾ അസൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ
ആ ഭാഗം മാത്രം എനിക്ക് അയച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് we have discussed what is a buying motives, of which primary and secondary, and സെക്കൻഡറിയിൽ 3 ക്ലാസിഫിക്കേഷൻ, ഇത് 3 നമ്മൾ പഠിച്ചു. സോ tomorrow or the next day we can discuss the consumer buying process stages and all. So today we can end our session with this buying motives. Hope you all have understood what was taken. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ആൻഡ് I hope that we can meet in the next lecture. Keep your assignments ready by the next day itself. Okay. Thank you.